ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ April 25 നമ്മുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവാണ്, പുതിയതൊന്ന് തുടങ്ങുകയാണ്. അത് എന്താണെന്നല്ലേ, ആസ്ട്രോളജിയിൽ April 25 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ഇന്നിങ്ങനെ ഒരു ദിവസം കാണണമെങ്കിൽ 84 വർഷം കഴിയണം. അതായത് 2018 മെയ് മുതൽ ദ പ്ലാനറ്റ് ഓഫ് സഡൻ ചേഞ്ചിൻ്റെ പ്ലാനറ്റ് ആയിട്ടുള്ള യുറാനസ് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ടോറസിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. എക്സാക്ട്ലി പറഞ്ഞാൽ മെയ് 2018 മുതൽ. അതിൻ്റെ ഇഫക്റ്റ് ശരിക്കും അനുഭവിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി 2019 മുതലാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയായിരുന്നു, നമ്മുടെ റിലേഷൻഷിപ്സ് എങ്ങനെയായിരുന്നു, നമ്മുടെ ജോബ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് എല്ലാം എങ്ങനെയായിരുന്നു എന്നും ഇപ്പം എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണ് സ്റ്റേബിൾ എന്ന് വിചാരിച്ചിരുന്നത് എല്ലാം മാറിയിട്ടുണ്ടാവും. അതെല്ലാം, അതായത് വാട്ട് ഈസ് ഫേക്ക്, അത് എന്താണോ ഫേക്ക് സ്റ്റേബിലിറ്റി ആയിരുന്നത് അതിനെ മുഴുവൻ യുറാനസ് തലകീൽ മറിച്ചു. അപ്പോൾ ഓരോ സോഡിയക് സൈനും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് ഫിക്സഡ് സൈൻസ് ആയിട്ടുള്ള ടോറസ്, സ്കോർപിയോ, ലിയോ, അക്വാരിയസ്, ഈ 4 സൈൻസ് ആണ്. കാരണം അത് ഫിക്സഡ് സൈൻസ് ആണ്. അപ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഓരോ സോഡിയക് സൈനും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ലൈഫിൽ ഡിഫറെൻ്റ് ഏരിയനായിരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എസ്പെഷ്യലി ദീസ് സൈൻസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ജെമിനിയിലേക്കാണ് ഈ പ്ലാനറ്റ് പോകുന്നത് April 25. ജെമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ടോറസ് പോലെയല്ല, ജെമിനി കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോബ്ലം അതിലുണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പം ജെമിനിയിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാനറ്റ്, അതും ഈ ഔട്ടർ പ്ലാനറ്റ് ആണ്. ഇത് ഈ 7 ഇയർ കഴിഞ്ഞിട്ട് ഇത് മൂവ് ആവുമ്പോൾ ഒരുപാട്, ഏറ്റവും ലാസ്റ്റ് 3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവും ഈ പീരീഡിൽ. ഇപ്പോൾ ക്രിട്ടിക്കൽ ഡിഗ്രിയായി 29 ഡിഗ്രിയിലാണ് ഈ പ്ലാനറ്റ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഫൈനൽ ഷോക്കും കൂടി തന്നിട്ടാണ് ഈ പ്ലാനറ്റ് വന്നത്. പക്ഷെ വിഷമിക്കേണ്ട, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുണ്ടായ കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കോർപിയോ ആണെന്ന് വയ്ക്കുമോ, സ്കോർപിയോയ്ക്ക് 7th ഹൗസ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് അഫക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്കോർപിയോസിന് 2018 മുതൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രോബ്ലംസ്, ബ്രേക്കപ്സ്, ഡിവോഴ്സസ്, പുതിയ അഫെയർ ഉണ്ടാവുക, പക്ഷെ പുതിയ പീപ്പിൾ വരിക, പോവുക, അങ്ങനെ പല പ്രശ്നങ്ങളും അത് അവരുടെ ബർത്ത് ചാർട്ട്സ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മിക്ക ആൾക്കാർ ഈ ലാസ്റ്റ് ഡിഗ്രി സ്കോർപിയോ പ്ലേസ്മെൻറ്റ്, അതായത് 27 ഡിഗ്രി മുതൽ 29 ഡിഗ്രി ഉള്ള പ്ലേസ്മെൻ്റ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ എഫക്റ്റ് ആയിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ ടോറസ് ആണെങ്കിൽ ടോറസിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ് എല്ലാത്തിനും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ടോറസിന്. കാരണം ടോറസിലായിരുന്നല്ലോ ഇത് ഹോസ്റ്റ് ചെയ്തത്. പിന്നെ അക്വാരിയസിന് 4th ഹൗസ് ആണ്. 4th ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോമിൽ ഇൻസ്റ്റേബിലിറ്റി, വീട് മാറുക, ഫാമിലി മെമ്പേഴ്സായിട്ട് ഡിറ്റാച്ച്മെൻറ്റ്, അങ്ങനെ കുറേ പ്രോബ്ലംസ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിയോ എന്ന് പറയുന്നത് അവരുടെ 10th ഹൗസ് ആണ്, കരിയർ ഇൻസ്റ്റേബിൾ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് 11th ഹൗസിലേക്ക്, ജെമിനി എന്ന് പറഞ്ഞാൽ 11th ഹൗസ് ആണ്. അവർക്ക് നല്ല പുതിയ സോഷ്യൽ സർക്കിൾസ് വരും. അതുപോലെ തന്നെ സോഷ്യൽ സർക്കിളിൽ നിന്ന് അവർക്ക് ബെനിഫിറ്റ്സ് വരാം. ഓക്കെ, ജെമിനിയിൽ പോകുമ്പോൾ ഇപ്പോൾ സ്കോർപിയോ ആണെങ്കിൽ 8th ഹൗസ് ഓഫ് ഷെയർഡ് ഇൻകം, അതിലോട്ടാണ് എഫക്റ്റ് ആവുന്നത് ജെമിനിയുടെ സൈക്കിളിൽ വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ടോറസ് എന്ന് പറയുന്നത് 2nd ഹൗസ്, മണി. അപ്പോൾ മണി, പുതിയ സോഴ്സസ് ഓഫ് ഇൻകം വരാം, മണി ഇൻസ്റ്റെബിലിറ്റി വരാം. പക്ഷേ ജെമിനിയിലാവുമ്പോൾ അത് ഫാസ്റ്റായിട്ട് മണി ഇൻസ്റ്റെബിലിറ്റി വന്നാലും പുതിയ ഇൻകം സോഴ്സസ് വരും, പുതിയ മണി ഗെയിൻ വരാം, രണ്ടും നടക്കും, അപ്സ് ആൻഡ് ഡൗൺസ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് വരുന്നത്. ജെമിനി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഗ്ലോബലി നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ട്രൂത്ത് റിവീൽ ആവാം, പല കാര്യങ്ങളും നടക്കും കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വല്ല അനൗൺസ്മെൻറ്റ്സ് വരാം, പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഹിഡൻ ട്രൂത്ത് എക്സ്പോസ്ഡ് ആവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇനി നമുക്ക് വരാൻ പോകുന്നത് AI, അതുപോലെ തന്നെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള വിപ്ലവം എന്ന് പറയാം. അത് ഈ അടുത്ത 8 ഇയേഴ്സ് ശരിക്കും നല്ല ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ടോറസിൽ യുറാനസ് ഹോസ്റ്റ് ചെയ്ത പോലെ ജെമിനിയിൽ പ്രോബ്ലം വരില്ല, ജെമിനിയിൽ ബെറ്റർ ആയിരിക്കും. ടോറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ പ്ലാനറ്റ് ആയിരുന്നു. സ്റ്റേബിൾ സോഡിയക് സൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇനി നല്ലൊരു 8 ഇയർ കാർമിക് സൈക്കിൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്
ഞാൻ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സോഡിയാക് സൈനിന് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻസിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബൈ.